വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. അപ്പം ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ സീരീസ് സർക്യൂട്ടിൻ്റെ അനാലിസിസ് ആയിരുന്നു. തിയററ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത്. അപ്പോൾ തിയററ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താണ്? ഇൻ ദ കേസ് ഓഫ് LR സീരീസ് സർക്യൂട്ട് അപ്ലൈഡ് EMF ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് ഫൈ അല്ലേ. ആൻഡ് ഫേസ് എത്രയായിരുന്നു? ഫേസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് L ഒമേഗ ബൈ R ആണ് നമുക്ക് കിട്ടി. രണ്ടാമത് ഈ LR സീരീസ് സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ ഹോൾ സ്ക്വയർ. ഈ L ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്, XL ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? മൂന്നാമത് പറഞ്ഞത് പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പവർ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ മച്ച് എനർജി സ്പെൻഡ് അക്രോസ് ദ AC സർക്യൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടി പവർ ഫാക്ടർ കോസ് ഫൈ ഈക്വൽ ടു R ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ഐഡിയ കിട്ടിയത് അല്ലേ? ശരിയാണല്ലോ. മാത്രമല്ല അവിടുന്ന് വേറൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ കിട്ടിയത് എന്താ വെച്ചാൽ എനർജി ഈസ് സ്പെൻഡ് ഓൺലി അക്രോസ് അല്ലെങ്കിൽ മെയിൻലി അക്രോസ് എവിടെയാണ്? റെസിസ്റ്ററാണ്. റെസിസ്റ്ററിലൂടെയാണ് മാക്സിമം എനർജി സ്പെൻഡിങ് നടക്കുന്നത്. ഇൻഡക്ടറിലൂടെയുള്ള എനർജി സ്പെൻഡിങ് എന്താണ്? 0 ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്യുവർലി തിയററ്റിക്കൽ ബേസിസിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ആ തിയററ്റിക്കൽ ബേസിസ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു വെക്ടർ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്നും കൂടെ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡാറ്റ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ എന്താണോ തിയററ്റിക്കലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതേ ഡാറ്റ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതേ റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. LR സീരീസ് സർക്യൂട്ട് അനാലിസിസ് യൂസിങ് വെക്ടർ ഡയഗ്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള അതേ ഫിഗർ തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കിയാൽ മനസ്സിലാവും. അപ്ലൈഡ് EMF ഉണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, L ആൻഡ് R വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ കറണ്ട് എങ്ങനെയായിരിക്കും? ഈ രണ്ട് കോമ്പണൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ അപ്ലൈഡ് EMF എന്താവും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഒന്ന് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടറുമായിട്ട് മാറും, ഒന്ന് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്ററുമായിട്ട് മാറും. ശരിയല്ലേ? സോ ഇനിയാണ് നമ്മുടെ വെക്ടർ ഡയഗ്രം വരയ്ക്കാനുള്ള മെയിൻ ഐഡിയ വരാൻ പോകുന്നത്. വെക്ടർ ഡയഗ്രം വരയ്ക്കാൻ നമുക്ക് ഒരു സിംഗിൾ ഐഡിയ മാത്രം മതി. അതായത് ഈ ഓരോ കോമ്പണൻസും പ്യുവർ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് കൺസെപ്റ്റ് പറഞ്ഞപ്പം ഈ EMFഉം ഈ സർക്യൂട്ടിലെ EMFഉം കറണ്ടും തമ്മിൽ എന്താണോ ഫേസ് റിലേഷൻ ഉണ്ടായിരുന്നത് ആ ഫേസ് റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്യുവർ കൺസെപ്റ്റിലുള്ള പ്യുവർ സർക്യൂട്ടുകളാകുമ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്താണോ ഫേസ് റിലേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, പ്യുവർ സർക്യൂട്ടുകളുടെ കേസിൽ അപ്ലൈഡ് EMFഉം കറണ്ടും തമ്മിലാണ് നമ്മൾ ഫേസ് റിലേഷൻ പറഞ്ഞിട്ടുള്ളത്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ പ്യുവർ സർക്യൂട്ടിൽ ആ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്രയാണോ EMF അപ്ലൈ ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഈ ഒരു കോമ്പണൻറ്റ് അക്രോസ് ആയിട്ട് ഡെലിവേർഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ EMF എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞത്. സീരീസ് കൺസെപ്റ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു EMF സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പൊട്ടൻഷ്യലുകളായിട്ട് മാറുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് ആ EMFഉം കറണ്ടും നമ്മൾ റിലേഷന് പകരം നമ്മൾ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്ററും പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടറും കറണ്ടും നമ്മൾ റിലേഷൻ ആയിരിക്കും പറയും. ഓക്കെ, അപ്പോൾ ആ കോമ്പണൻറ്റിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? മെയിനായിട്ട് പറയാൻ പോകുന്നത്. ആക്ച്വലി അത് തന്നെയാണ് നമ്മൾ മുന്നേ പ്യുവർ കൺസെപ്റ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്യുവർ കൺസെപ്റ്റിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് തന്നെയാണ്? EMF ആയതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ലെറ്റ് VR ബി ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ. അപ്പം റെസിസ്റ്ററിൻ്റെ കേസിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMFഉം അപ്ലൈഡ് EMFഉം കറണ്ടും എന്താണ്? ഇൻ ഫേസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ ഈസ് ഇൻ ഫേസ് വിത്ത് ദ കറണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഐഡിയ കിട്ടി. എന്താണ്? VR ഈസ് ഇൻ ഫേസ് വിത്ത് കറണ്ട്. രണ്ടാമത്തത്
ലെറ്റ് വി എൽ ബി ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് വി എൽ എന്ന് വിചാരിക്കാം. അപ്പം ഇൻഡക്ടറിൻ്റെ കേസിൽ നമുക്കറിയാം അവിടെ അപ്ലൈഡ് ഇ എം എഫ് ലീഡ്സ് കറണ്ട് ബൈ പൈ ബൈ ടു ആണ്, ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം, ഹിയർ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ഇൻഡക്ടർ വിച്ച് ലീഡ് കറണ്ട് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ ടു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടോ? പ്യുവർ കൺസെപ്റ്റിലുള്ള ആ രണ്ട് ഫേസ് റിലേഷനാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ക്ലിയർ? ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെക്ടർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. നോക്കാം. സോ ഇതാണ് എൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പം ഫസ്റ്റത്തെ കൺസെപ്റ്റിൽ എന്തായിരുന്നു, ബി ആർ അല്ലേ, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ വിച്ച് ഈസ് ഇൻ ഫേസ് വിത്ത് കറണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ വരയ്ക്കണം, ഇതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ എന്ത് വരയ്ക്കണം, ബി ആർ വരയ്ക്കണം. അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്തതോ വി എൽ, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഇൻഡക്ടർ വിച്ച് ലീഡ് കറണ്ട് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ ടു. അപ്പോൾ ഞാൻ എങ്ങനെ വരയ്ക്കണം, താഴത്തേക്ക് വരയ്ക്കണോ മുകളിലേക്ക് വരയ്ക്കണോ? ലീഡിംഗ് ആണ്. ലീഡിംഗ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട്. വി എൽ വിച്ച് എത്രയാണ്, ഫേസ് എത്രയാണ്, പൈ ബൈ ടു അല്ലേ? ഇതാ കറണ്ടും വി എല്ലും തമ്മിലുള്ള ഫേസ് നോക്കി പെർപെൻഡിക്കുലർ ആണ്, ദാറ്റ് ഈസ് പൈ ബൈ ടു. സോ ഇത് നമ്മുടെ വെക്ടർ ഡയഗ്രം കഴിഞ്ഞു. ഇനി നോക്കുക, ഇത് രണ്ടും വെക്ടർ ആണല്ലോ, വി എല്ലും വി ആറും രണ്ടും വെക്ടർ ആണല്ലോ. അപ്പം ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിലൂടെ ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു റിസൾട്ടൻ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം സപ്പോസ് വി എല്ലും വി ആറും രണ്ട് വെക്ടറുകളാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ആൻഡ് വിച്ച് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടും തമ്മിലൊരു പെർട്ടിക്കുലർ ആംഗിൾ ഫൈ മേക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ചെറുതായിട്ട് ഞാനിവിടെ ഇതിൻ്റെ വാല്യൂസ് മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണ്. അപ്പോൾ വി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇത് വി എൽ തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് വി ആർ. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ വി ആർ തന്നെയാണ്. കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ നോക്കിയേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ അല്ലേ ഫൈ എന്ന് പറയുന്നത്, ഇത് 90 ഡിഗ്രി, ശരിയല്ലേ? ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവും. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞു വി ആർ ആണ്, ഈ സൈഡോ വി എൽ ആണ്. കാരണം ഈ ഒരു ലൈനിന് പാരലായിട്ട് ലൈനാണ്. സോ ദിസ് ഇസ് വി എൽ. ഓക്കെ, അപ്പം പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് ഈ വാല്യൂ കിട്ടുമല്ലോ. എന്തായിരിക്കും വാല്യൂ? ഇറ്റ് വിൽ ബി ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ. കാരണം ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അപ്ലൈഡ് ഇ എം എഫ് ആണ്. വി എല്ലും വി ആർ എന്ന് പറയുന്നത് രണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പുകളാണ് ആ സർക്യൂട്ടത്തെ. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, അതിലുള്ള ടോട്ടൽ ഇ എം എഫ് ആണ്, അതായത് റിസൾട്ടൻ്റ് ഇ എം എഫ് ആണ്. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഇ എം എഫ് കിട്ടിയല്ലോ, ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. നോക്കിയേ, ഇതല്ലേ ഇപ്പോൾ റിസൾട്ടൻ്റ് ഇ എം എഫ്, ഇതല്ലേ നമ്മുടെ കറണ്ട്, ഇത് നമ്മളുടെ ഫേസ് അല്ലേ ഫൈ. അപ്പം ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത്, കറണ്ട് ആണോ ഇ എം എഫ് ആണോ ലീഡ് ചെയ്യുന്നത്? യെസ്, ഇ എം എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. എത്ര ലീഡ് ചെയ്യുന്നു? ഇ എം എഫ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് ഫൈ അല്ലേ? അപ്പം നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞ അതേ ഫേസ് റിലേഷൻ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്തു, വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ, വി ആർ ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. വി എൽ എന്ന് പറയുന്നത് ഐ ഇൻറ്റു എക്സ് എൽ, വേറെ എക്സ് എൽ ഈസ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇനി എക്സ് എല്ലിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം എൽ ഒമേഗയാണ്. സോ വി എൽ ഈക്വൽ ടു ഐ എൽ ഒമേഗ. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഈ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ടൻ്റ് ഇക്വേഷൻ, ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ. സോ വി ആറിൻ്റെ വാല്യൂം വി എല്ലിൻ്റെ വാല്യൂം ഈ ഇക്വേഷൻ 3ലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ആർ ഹോൾ സ്ക്വയർ പ്ലസ് ഐ എൽ ഒമേഗ ഹോൾ സ്ക്വയർ. നോക്കുക, ഇവിടെ ഇത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഐ സ്ക്വയർ ആർ സ്ക്വയർ എന്നും ഇത് ഐ സ്ക്വയർ എൽ ഒമേഗ ഹോൾ സ്ക്വയർ എന്നല്ലേ വരിക. രണ്ടിലും ഒരു ഐ സ്ക്വയർ കോമൺ ആണല്ലോ, അത് റൂട്ടിൻ്റെ ഉള്ളിലുമാണ്. അപ്പോൾ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഐ മാത്രമാവും അല്ലേ. സോ ഇ ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 4. സപ്പോസ് ഇ ഈക്വൽ ടു അല്ലെങ്കിൽ സപ്പോസ് ഇ ഈക്വൽ ടു ഇ സീറോ, അതായത് അപ്ലൈഡ് ഇ എം എഫ് അതിൻ്റെ മാക്സിമം വാല്യൂ ഇ സീറോ ആണെന്ന് വിചാരിക്കാം. അപ്പം അപ്ലൈഡ് ഇ എം എഫ് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലോട്ടുള്ള കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. സോ വെൻ ഇ ഈക്വൽ ടു ഇ സീറോ ഐ ഈക്വൽ ടു ഐ സീറോ. ഈ വാല്യൂ ഇക്വേഷൻ 4ലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇ സീറോ ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ഒന്ന്
ക്രോസ് മൾട്ടിപ്ലൈ ആണ്, അല്ലെങ്കിൽ ഈ I0 ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം E0/I0 ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് E0/I0? E0/I0 എന്താണ്? ദാറ്റ് ഈസ് എ ടോട്ടൽ ഓപ്പോസിഷൻ ഇൻ ദ സർക്യൂട്ട്, അല്ലെങ്കിൽ ദ ഇംപിഡൻസ് ഓഫ് ദ LR സീരീസ് സർക്യൂട്ട്. നോക്കിയേ, അപ്പോൾ E0/I0ൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയേ? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു ദ ഇംപിഡൻസ് ഓഫ് LR സീരീസ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞ കാര്യം ഞാനിവിടെ എന്ത് ചെയ്തു? വെക്ടർ ഡയഗ്രം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? തെളിയിച്ചു. അപ്പോൾ ഇനീഷ്യലി ആ വെക്ടർ ഡയഗ്രം വരയ്ക്കാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് 2 വെക്ടറുകളുടെ റിസൾട്ടൻ്റ് നിങ്ങൾക്ക് കാണാൻ അറിയാം. ഓക്കെ, ഇനി ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫൈ ആണ് വേണ്ടല്ലേ. അപ്പോൾ ടാൻ ഫൈ നോക്കാം. ഇവിടെ നോക്കുക, നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നെ വീണ്ടും എടുക്കുക. ടാൻ ഫൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതാണ് അല്ലേ, ദാറ്റ് ഇസ് VL അല്ലേ. സോ ടാൻ ഫൈ ഈക്വൽ ടു VL/VR ഈക്വൽ ടു I ഇൻറ്റു XL/I/R ഈക്വൽ ടു, രണ്ടിലും I ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോയി, XL/R. XLൻ്റെ വാല്യൂ എന്താ? L ഒമേഗ/R. ഓർ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് L ഒമേഗ/R. ഇതേ റിസൾട്ട് അല്ലേ നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞപ്പോഴും കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? പവർ ഫാക്ടർ അല്ലേ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ. അപ്പോൾ കോസ് ഫൈ നോക്കിക്കോ. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്. കോസ് ഫൈ ഈക്വൽ ടു എന്ത് വരും? VR ബൈ ഹൈപ്പോട്ടനീസ് E അല്ലേ, VR ബൈ E. സോ പവർ ഫാക്ടർ കോസ് ഫൈ ഈക്വൽ ടു VR ബൈ E, ദാറ്റ് ഈസ് ഈക്വൽ ടു IR ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് IR ഹോൾ സ്ക്വയർ പ്ലസ് IL ഒമേഗ ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ I കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് ഫൈ ഈക്വൽ ടു R ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ദ പവർ ഫാക്ടർ. അപ്പോൾ നോക്കി, നമ്മൾ മുന്നേ പറഞ്ഞ അതേ റിസൾട്ടുകൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ വെക്ടർ ഡയഗ്രത്തിലൂടെ കിട്ടിയിട്ടുള്ളത്. അതായത് ഒരുപാട് റിഗറസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് ആ സർക്യൂട്ടിലെ ഓരോ ഇൻഡിവിജ്വൽ കോമ്പണൻസിൻ്റെ ഫേസ് റിലേഷൻ, വോൾട്ടേജും കറണ്ടും നമ്മളുടെ ഫേസ് റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് വെക്ടർ ഡയഗ്രം വരച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ? ക്ലിയർ? ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടെ. അഡ്മിറ്റൻസ് ഓഫ് LR സീരീസ് AC സർക്യൂട്ട്. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായിരിക്കും അടുത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ്. ഒരു സർക്യൂട്ടിലെ ഇംപിഡൻസിൻ്റെ, ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിറ്റ് ചെയ്യുക. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസ് ചെയ്യുക. അപ്പോൾ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് ആണ്. സോ ദ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് നോൺ ആസ് അഡ്മിറ്റൻസ്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ Y. നമ്മൾ ഇംപിഡൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ Z വെച്ചിട്ടാണെങ്കിൽ അഡ്മിറ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ Y വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് Y ഈക്വൽ ടു 1/Z. അപ്പോൾ ഒരു എല്ലാ സീരീസ് സർക്യൂട്ടിൻ്റെ അഡ്മിറ്റൻസിൻ്റെ എന്തായിരിക്കും വാല്യൂ? Y വിൽ ബി ഈക്വൽ ടു 1/റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ ഹോൾ സ്ക്വയർ, സിൻസ് Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ദ അഡ്മിറ്റൻസ്. അപ്പോൾ എന്താണ് അഡ്മിറ്റൻസ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് LR സീരീസ് സർക്യൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LR സീരീസ് AC സർക്യൂട്ട്. ഒന്നാമത്തെ കാര്യം, ബോത്ത് EMF ആൻഡ് കറണ്ട് ആർ സൈനുസോയിഡലി വേരി. ശരിയല്ലേ? അതായത് EMF ആണെങ്കിലും കറണ്ട് ആണെങ്കിലും എന്താണ്? സൈനുസോയിഡലി വേരിയിങ് ആണ്. ഇനി രണ്ടാമത്തെ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMF ഈസ് ലീഡിങ് ദ കറണ്ട് ബൈ എ ഫേസ് ഫൈ അല്ലേ. ഫൈ ഫേസ് വെച്ചിട്ടാണ് ലീഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് L ഒമേഗ ബൈ R. അതായത് ഒരു LR സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ EMF ലീഡ്സ്, അപ്ലൈഡ് EMF ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് ഫൈ ആണ്. ആ ഫേസ് ആണ് ഫൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് L ഒമേഗ ബൈ R. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, LR സീരീസ് സർക്യൂട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ഓംസ് ലോ. അതായത് E/I എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കില്ല? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. കാരണം ഇത് സൈനുസോയിഡലി വേരിങ് ആയതുകൊണ്ടാണ് E/Iൻ്റെ വാല്യൂ എപ്പോഴും എന്താവാത്തത്? കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാത്തത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് EMF ടു മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് വിച്ച് ഈസ് നോൺ ആസ് ദ ഇംപിഡൻസ്. അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ E/I റേഷ്യോ എപ്പോഴും എന്തായിരിക്കില്ല? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. പക്ഷേ എപ്പോഴാണോ നമ്മൾ E0/I0 എടുക്കുന്നത് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ദ ഇംപിഡൻസ് ഓഫ് ദ LR സീരീസ് സർക്യൂട്ട്. സോ Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ ഹോൾ സ്ക്വയർ.
സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LR സീരീസ് സർക്യൂട്ട് എനിക്ക് പറയാനുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. അപ്പം നമ്മൾ ഓൾറെഡി പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടും പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടും പറഞ്ഞു. ഇനി പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫിഗർ. ഓക്കെ, അപ്പം ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്ലൈഡ് EMF E = E0 sin omega t ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ആൻഡ് ദർ ഇസ് എ കപ്പാസിറ്റർ. ഓക്കെ, അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് C. നൗ ലെറ്റ് ദ അപ്ലൈഡ് EMF അക്രോസ് ദ circuit be E = E0 sin omega t. Let it be equation number 1. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇങ്ങനെ ഒരു EMF സോഴ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ EMF സോഴ്സ് വെച്ചിട്ട് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദ ചാർജ് ദാറ്റ് ഡെവലപ്ഡ് അക്രോസ് ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ വിൽ ബി Q = C × V. അതായത് ഈ EMF കാരണം കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്ററിലുള്ള ചാർജിൻ്റെ വാല്യൂ എന്തായിരിക്കും? Q = C × V, നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ? ഓക്കെ, സോ V = or the potential drop across the plate V = Q/C. ഇക്വേഷൻ നമ്പർ 2. പക്ഷേ ഇവിടെ ഒരു കാര്യം അറിയാം, ഇത് പ്യുവർ സർക്യൂട്ടാണ്. പ്യുവർ സർക്യൂട്ട് ആകുമ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു സെക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, പ്യുവർ സർക്യൂട്ടുകളുടെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത EMF എത്രയാണോ ആ EMF കംപ്ലീറ്റ് ആയിട്ട് ഇതിന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഹിയർ ദ കപ്പാസിറ്റർ ഗെറ്റ്സ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ് ഡ്യൂ ടു ദ അപ്ലൈഡ് EMF. അതായത് ഈ അപ്ലൈഡ് EMF കംപ്ലീറ്റ് ആയിട്ട് ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ അപ്ലൈഡ് EMF തന്നെയാണ്. ദാറ്റ് ഈസ് V = E itself. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ 3ലേക്ക് ഇക്വേഷൻ 2 വെച്ചിട്ടും ഇക്വേഷൻ 1 വെച്ചിട്ടും നമുക്ക് വിൻ്റെയും ഇൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V എന്താ? Q/C അല്ലേ? സോ Q/C = E0 sin omega t. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഏത് AC സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? What will be the phase relation between applied EMF and current flowing through the AC circuit എന്നുള്ള. അപ്പോൾ ഇവിടെ നമ്മുടെ ആവശ്യം, നമുക്ക് EMF കിട്ടിയിട്ടുണ്ട്, EMF തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ EMF നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് അടുത്തത് അറിയേണ്ടത് എന്താണ്? കറണ്ടാണ്. പക്ഷേ ഇവിടെ കറണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചാർജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ചാർജ് കിട്ടണം, ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കിട്ടും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട്. സോ ഈ ഇക്വേഷനിൽ നിന്ന് Q എനിക്ക് കാണാമല്ലോ. എന്തായിരിക്കും Q = CE0 sin omega t. Equation number 4. Now the instantaneous value of current I = basic equation ആണ് dQ/dt അപ്ലൈ ചെയ്യുക. സോ I = d/dt of CE0 sin omega t. ഇവിടെ സിയും E0യും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പിന്നെ ബാക്കി എന്താ പറയുക? d/dt of sin omega t. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് sin omega t വിത്ത് റെസ്പെക്ട് ടു ടൈം? cos omega t into omega. So this is equal to CE0 omega cos omega t. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന് ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടെ മാറ്റുകയാണ്. ഇവിടെ C ഒമേഗ ഉണ്ടല്ലോ, ഈ C ഒമേഗ ന്യൂമറേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഇക്വേഷൻ ചെറുതായിട്ട് മാറ്റി എഴുതാം. E0 cos omega t ഡിവൈഡഡ് ബൈ 1/C ഒമേഗ. വെറും C/ഒമേഗ അല്ല, 1/C ഒമേഗ. അപ്പം ഈ രണ്ട് ഇക്വേഷൻ എന്തായി? സെയിം ആണെന്നുള്ള രീതിയിലായിട്ട് മാറി. ക്ലിയർ? ഇനി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ സെക്ഷൻ, അതായത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. -cos omega t = sin omega t - π/2 എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. ശരിയല്ലേ? ഇവിടെ നോക്കി, ഇവിടെ cos omega t ആണ്. അപ്പോൾ cos omega t റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് cos omega t = sin omega t + π/2. കാരണം നമുക്കിവിടെ ഫേസ് റിലേഷൻ പറയണം. നമ്മുടെ EMF സൈൻ്റെ ടേമിലാണ്, ഇത് നമുക്ക് കിട്ടിയ റിസൾട്ട് കോസിൻ്റെ ടേമിലാണ്. അപ്പോൾ തിരിച്ച് സൈൻ്റെ ടേമിലാക്കിയാലേ നമുക്ക് ആ ഫേസ് റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വി വിൽ യൂസ് ദ റിഡക്ഷൻ ഫോർമുല ഫോർ cos omega t. ദാറ്റ് ഈസ് cos omega t = sin omega t + π/2. So the equation become I = E0 by 1/C omega sin omega t + π/2. Equation number 6. കഴിഞ്ഞോ?
ഇനിയാണ് നമ്മുടെ കാര്യങ്ങൾ വരാൻ പോകുന്നത്. അതായത് ഇതിപ്പോൾ ജനറൽ ഇക്വേഷൻ രൂപത്തിലായില്ല, കാരണം ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I = I0 എന്നുള്ള ടേമിലായിട്ട് വരണം. അപ്പം ഇതിൻ്റെ വാല്യൂ എന്താ നമുക്ക് നോക്കണം, വേണ്ടേ? നോക്കാം. വെൻ sin ωt + π/2 = 1. sin ωt + π/2 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ്റെ വാല്യൂ മാക്സിമം ആയി, അതായത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആയിട്ട് മാറും, ശരിയല്ലേ? സോ വെൻ sin ωt + π/2 = 1, ഇത് 1 ആയി കഴിഞ്ഞാൽ കറണ്ടിൻ്റെ മാക്സിമം വാല്യൂയിലേക്കല്ലേ എത്തുന്നത്. സോ ദാറ്റ് വിൽ ബി I = I0. സോ നമുക്ക് മറ്റൊരു രീതി പറയാം, I = I0 എപ്പോഴാണ്? വെൻ sin ωt + π/2 = 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? I0 = E0/1/cω. That is I0 = E0/1/cω. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? I0ൻ്റെ വാല്യൂ E0/1/cω ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? നേരെ തിരിച്ച് നമ്മുടെ ഇക്വേഷൻ 6ലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇക്വേഷൻ 6ലേക്ക് അപ്ലൈ ചെയ്യുമ്പം I = I0 sin ωt + π/2, ഇക്വേഷൻ നമ്പർ 8. അപ്പോൾ നോക്കിയേ, കറണ്ടിനുള്ള ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? എന്താണ്? I = I0 sin ωt + π/2. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം അപ്ലൈഡ് EMF E = E0 sin ωt ആണ്. സോ വാട്ട് വിൽ ബി ദ ഫേസ് റിലേഷൻ? ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത്? EMF ആണോ ലീഡ് ചെയ്യുന്നത്, കറണ്ട് ആണോ ലീഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത്. സോ from the equation 1 and equation 8, it is clear that in pure capacitive circuit, the instantaneous value of current leads the EMF by a phase of π/2. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ആളാണ്. ചാർജിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആരായിരിക്കും ലീഡ് ചെയ്യുക? കറണ്ട് ആയിരിക്കും ലീഡ് ചെയ്യുക, അല്ലേ? അപ്പം കറണ്ട് ലീഡ്സ് ദ അപ്ലൈഡ് EMF ബൈ എ ഫേസ് ഓഫ് π/2. ഇൻഡക്ടർ ആയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ബാക്ക് EMF ഉണ്ടാവുന്നു, അവിടെ EMF ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആരാ ലീഡ് ചെയ്യുന്നത്? EMF ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറുതായിട്ട് കുറുക്കു വഴികളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ. ഇനി അപ്പം ഒരു കാര്യം നമ്മൾ കഴിഞ്ഞു, ഫേസ് റിലേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇതിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്, ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ 7 യൂസ് ചെയ്താൽ മതി. ഫ്രം ഇക്വേഷൻ 7, E0/I0 will be equal to 1/cω, അല്ലേ? E0/I0 = 1/cω. What is E0/I0? That is the opposition or resistance in the circuit. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേര് മറ്റൊന്നാണ്. That is capacitive reactance represented by XC. XL എന്ന് പറയുന്നത് XL എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. കപ്പാസിറ്ററിൻ്റെ കേസിൽ അത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. ദാറ്റ് ഈസ് XL = 1/cω. ഓക്കെ, നൗ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നുള്ള കാര്യമാണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഇവിടെ എനിക്ക് മറ്റൊന്ന് നോക്കാനുള്ളത്, നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ ഫ്രീക്വൻസിയും അതേപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് കപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസി നമ്മളുടെ റിലേഷൻ കൂടെ നോക്കാം. സോ XC = 1/cω ആണ്. ഒമേഗൻ്റെ വാല്യൂ കൊടുത്തു 2πf. സോ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? XC ഈസ് പ്രൊപ്പോർഷണൽ ടു 1/f. ദാറ്റ് ഈസ് capacitive reactance is proportional to 1/f, or capacitive reactance inversely proportional to the frequency of AC. Okay, so the capacitive reactance is inversely proportional to the frequency of AC. ഇനി രണ്ട് കാര്യം കൂടെ. സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന AC സർക്യൂട്ടിലെ ഫ്രീക്വൻസി വെരി ഹൈ വാല്യൂ ആണെന്ന് ഇരിക്കാം. അപ്പോൾ വെരി ഹൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും, വെരി സ്മോൾ ആയിരിക്കും, കാരണം ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ബൈപ്പാസസ് AC വിത്ത് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി ഉള്ള ACകളെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? അലോ ചെയ്യും, ബിക്കോസ് ഓഫ് ദ ഇൻവേഴ്സ് ഫ്രീക്വൻസി റിലേഷൻ. ഇനി വാട്ട് അബൌട്ട് DC? DCൻ്റെ പ്രത്യേകത എന്താ? ഡയറക്റ്റ് കറണ്ടിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഫ്രീക്വൻസി 0 ആണ്, അല്ലേ? സോ ഫോർ DC സർക്യൂട്ട് F = 0. F 0 ആയി കഴിഞ്ഞാൽ 1/0 ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിൽ ബി ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റ് ഓപ്പോസിഷൻ ഉള്ളതിലൂടെ കറണ്ട് പാസ് ചെയ്യോ? ഒരിക്കലുമില്ല. സോ കപ്പാസിറ്റർ ബ്ലോക്ക് ദ ഡയറക്റ്റ് കറണ്ട്.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കപ്പാസിറ്റർ അലോ എ സി വിത്ത് ഹൈ ഫ്രീക്വൻസി ആൻഡ് കപ്പാസിറ്റർ ബ്ലോക്ക് ഡി സി. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യാനുള്ള ചാൻസ് ഓഫ് എ സി കൂടുകയാണ്. ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് ബൈപ്പാസ് ചെയ്യാനുള്ള ചാൻസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ദ ഇൻവേഴ്സ് ഫ്രീക്വൻസി റിലേഷൻ ബിറ്റ്വീൻ ദ കപ്പാസിറ്റി റിയാക്ടൻസ് ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഇതിൻ്റെ ഫേസ് റിലേഷനാണ് അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത്? കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, I = I0 sin ωt പ്ലസ് π/2. ആക്ച്വലി ഞാൻ മാർക്ക് ചെയ്യേണ്ടത് ആദ്യം ഇതാണ്, E = E0 sin ωt, ആൻഡ് ഇതിനേക്കാളും 90 ഡിഗ്രി കൂടുതലാണ് ആര്? നമ്മുടെ കറണ്ട് 90 ഡിഗ്രി മുന്നേ പോകുന്ന ആളാണ്. സോ I = I0 sin ωt പ്ലസ് π/2. നിങ്ങൾ വെക്ടർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം സംശയം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം എന്താ വെച്ചാൽ, സാർക്ക് ഈ E0 sin ωt ഇവിടെ വരച്ചൂടെ എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സംശയം വരിക. പക്ഷേ നമ്മുടെ വെക്ടർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കറണ്ട് മാർക്ക് ചെയ്യാനുള്ള ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ഈസ് പ്യുവർലി ഫോർ മാർക്കിംഗ് കറണ്ട് ആണ്. ഓക്കെ, ആൻഡ് വൈ ആക്സിസിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ശരിക്കും വൈ ആക്സിസിലാണ് നമ്മൾ EMFൻ്റെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് പോകണം. ഇൻ ഫേസ് ആയിക്കഴിഞ്ഞാൽ എക്സിൽ തന്നെയായിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF വരിക. പക്ഷേ ജനറലായിട്ട് നിങ്ങൾ ഫേസർ ഡയഗ്രോ വെക്ടർ ഡയഗ്രോ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ആക്സിസിൽ നിങ്ങളുടെ കറണ്ട് മാർക്ക് ചെയ്യണം, വൈ ആക്സിസിലായിരിക്കണം നിങ്ങളുടെ EMF മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഈ മാർക്ക് ചെയ്ത രീതി ഞാൻ അത് തന്നെയാണ്. കാരണം കറണ്ട് ലീഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ കറണ്ടിനെ ഈ പോസിറ്റീവ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തു, EMFന് ഞാൻ നെഗറ്റീവ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തു. Okay, so this is the vector diagram corresponding to a pure capacitive circuit. Okay.